നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം. ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം. ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം ഇലവാടാത്ത വൃക്ഷമാണെന്ന്. ഇലവാടാത്ത വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? അതെപ്പോഴും തളിരിട്ടും വാടാത്തൊരനുഭവത്തിലും അതായിരിക്കുന്നു എന്നാണ്. അതായത് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിന്റെ ഇല ഒരിക്കലും വാടത്തില്ല. നീ എപ്പോഴും അനുഗ്രഹത്തോടെ ആയിരിക്കും. ആ അനുഗ്രഹത്തിൽ നീ എപ്പോഴും ജീവിക്കും. വാടിയൊരു അവസ്ഥയിൽ നിന്നെ കാണുവാൻ ഇടയാകത്തില്ല. ദൈവജനത്തോടൊപ്പമായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകളാണിത്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവജനത്തിൽ കർത്താവിൻ്റെ വചനവുമായി ആയിരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അലൈൻ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെ നന്മകളിൽ ആ വ്യക്തി ആയിരിക്കുമെന്നത്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, സ്വർഗത്തിൻ്റെ സന്തോഷമാണ്. അതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. I believe, ഞാൻ വിശ്വസിക്കുന്നത്, according to Ephesians chapter 1 verse 3, എഫേഷ്യൻസ് 1:3 പറയുന്ന പോലെ, I am filled with the spiritual blessings. ഞാൻ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. I am a blessed person. ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. I don't need to cry for blessings. ഞാൻ അനുഗ്രഹത്തിന് വേണ്ടി കരയേണ്ട ആവശ്യമില്ല. But most of the Christians are still crying, Lord, bless me, Lord, bless me, Lord, change my situations, Lord. പക്ഷേ കൂടുതൽ ക്രിസ്ത്യാനികളും കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവേ, എനിക്ക് എന്നെ രക്ഷിക്കണം, എന്നെ മാറ്റം വരുത്തണം എന്ന് കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. When you believe in Christ, that the same day God blessed you with everything. നീ ക്രിസ്തുവിൽ വിശ്വസിച്ച ആ നിമിഷം തന്നെ സർവ്വ കാര്യങ്ങൾ കൊണ്ടും ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. You know, this is Anish. His father's name is Chako. ഇത് അനീഷാണ്. അനീഷിന്റെ പിതാവിന്റെ പേര് ചാക്കോ എന്നാണ്. So when he born, that same day, what are the things for benefits and blessing in Chako is also belongs to him. ഞാൻ ജനിച്ച അന്ന് തന്നെ ചാക്കോയിൽ ഉണ്ടായിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങൾ എനിക്കായി തീരെഴുതപ്പെട്ടിരിക്കുന്നതാണ്. അനീഷ് ബ്രദർ മേടിച്ച എസ്റ്റേറ്റ് അല്ല അനീഷ് ബ്രദർ ഇപ്പം അനുഭവിക്കുന്നത്. അവൻ്റെ അപ്പൻ്റെ എസ്റ്റേറ്റ് ആണ് അനുഭവിക്കുന്നത്. ഇവൻ വെച്ചിരിക്കുന്ന എസ്റ്റേറ്റ് മുഴുവൻ അവൻ്റെ അപ്പൻ വാങ്ങിയതാണ്. ഇവൻ സമ്പാദിച്ചതല്ല. എന്ന് ഇവൻ അപ്പന് ജനിച്ചു ആ നിമിഷം മുതൽ ആ വസ്തുവകയിൽ ആർക്കുള്ളതായി? അനീഷ് ബ്രദറിനുള്ളതായി. When we born, the same day, what are the things belong to God, it belong to me also. അതേപോലെ നമ്മൾ എന്നാണോ ദൈവത്തിൽ ജനിച്ചത്, ആ ജനിച്ച ദിവസം തന്നെ ദൈവത്തിങ്കൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. He is a lineage of Chako's family. ചാക്കോയുടെ കുടുംബത്തിലെ വംശാവലിയാണ് ഞാൻ. But I am the lineage of Abraham's family. പക്ഷേ നമ്മൾ അബ്രഹാമിന്റെ വംശാവലിയിൽപ്പെട്ടവരാണ്. When you born again, that day onwards we are the lineage from Abraham. നമ്മൾ എന്ന് വീണ്ടും ജനിക്കപ്പെട്ട ദിവസം എന്നാണോ അന്ന് മുതൽ ഞാൻ അബ്രഹാമിന്റെ വംശാവലിയിൽപ്പെട്ടതാണ്. God spoke to Abraham. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, You are a blessing. നീ ഒരു അനുഗ്രഹമാണെന്ന്. That day onwards he is a blessing. അന്നത്തെ ദിവസം മുതൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി. That promises belong to me because I am the seed of Abraham. ആ വാഗ്ദത്തം അല്ലെങ്കിൽ ആ വാഗ്ദത്തം എനിക്ക് അവകാശപ്പെട്ടതാണ്. കാരണം ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. Now the blessing of the Lord is resting upon me. ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വസിക്കുകയാണ്. Do not cry
to change your situations. നീ നിന്റെ സാഹചര്യം മാറാൻ വേണ്ടി നീ കരയേണ്ട ആവശ്യമില്ല. Because the blessing of the Lord is resting upon you. This blessing will change your surrounding situations. Amen. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ വസിക്കുന്നത് കൊണ്ട് നിനക്ക് ചുറ്റുമുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ ആ വസിക്കുന്ന സാന്നിധ്യം മാറ്റുവാനിടയാകും. The blessing of the Lord create favorable situations. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേലുള്ളത് നിനക്ക് ഫേവറബിൾ സിറ്റുവേഷനിലേക്ക് നിന്നെ മാറ്റുവാനിടയാകും. നിനക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിനക്ക് ചുറ്റും ഉണ്ടാക്കുന്നത് നിന്റെ മേൽ വസിക്കുന്ന അനുഗ്രഹമാണ്. ആമേൻ. I believe the blessing of the Lord is resting upon me. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വസിക്കുന്നുണ്ടെന്ന്. So everything surrounding me is going to receive the blessing, effect of the blessing. Amen. അതുകൊണ്ട് എനിക്ക് ചുറ്റുമുള്ള സർവ്വ കാര്യങ്ങൾ ആ അനുഗ്രഹം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ആ അനുഗ്രഹത്തിന്റെ ഫലം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. How many of you believe? Because the blessing of the Lord is resting upon me. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വസിക്കുകയാണ്. But people of Church of God is not looking like that way. സഭ എന്നാൽ ആ രീതിയിലല്ല അതിനെ നോക്കി കാണുന്നത്. They are waiting for the blessing to come. അവർ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹം വരണമെന്ന്. They forgot they are the lineage of the Abraham. അവർ മറന്നുപോയി അവർ അബ്രഹാമിന്റെ വംശാവലിയിൽപ്പെട്ടവരാണ്. They don't know the blessing of the Lord is resting upon them. അവർക്കറിയത്തില്ല ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ മേൽ വസിക്കുന്നുണ്ടെന്നുള്ളത്. So if they are crying, Lord bless me, that's a prayer, a wrong prayer. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്ന ആ പ്രാർത്ഥന അത് തെറ്റായ പ്രാർത്ഥനയാണ്. Most of you are praying a wrong prayer. നിങ്ങളിൽ ഇരിക്കുന്ന കൂടുതൽ പേരും തെറ്റായ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. Lord bless me, change my situations. That's what you are praying. നിങ്ങൾ പറയുന്നത് ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ സാഹചര്യങ്ങൾ മാറ്റി തരണമേ എന്നാണ്. But you are already blessed. നിങ്ങൾ നേരത്തെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Spiritual blessings. ആത്മീയമായ സർവ്വവിധ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Come on, the blessing of the Lord is resting upon you. ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വസിക്കുകയാണ്. That's create favorable situation. That create favorable situation. That create favorable situation for your life. നിന്റെ മുമ്പിലുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും യേശുവിന്റെ ആത്മാവിനാൽ അഭിഷേകത്താൽ നിന്റെ മേൽ വന്ന അനുഗ്രഹം വസിച്ച ദിവസം മുതൽ മാറുകയാണ്. No way. ഒരു നിമിഷം എഴുന്നേറ്റ് തന്നെ എന്നിട്ട് ഇങ്ങനൊന്ന് വട്ടം വരച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞേ, ഞാൻ അനുഗ്രഹത്തിലായ ദിവസം മുതൽ എനിക്ക് മറ്റുള്ള സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമാകുകയാണ്. എന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്ക് എനിക്ക് അനുകൂലമാകുകയാണ്. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ കാണുന്നത് അനുകൂലമാകുന്നതല്ല, പ്രതികൂലമാകുന്നതാണ്. എന്നാൽ നിങ്ങളുടെ മേൽ എന്നാണോ ദൈവാനുഗ്രഹം വന്ന് വസിച്ചത്, നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. Say with me, the blessing of the Lord is resting upon me. ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വസിക്കുന്നു. Say with me, the blessing of the Lord is resting upon me. ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വസിക്കുന്നു. Because I believe and trust in the word of God. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. I rely with the word of God. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. Bible says the blessing of the Lord is resting upon me. വചനം പറയുന്നു ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വസിക്കുന്നു എന്ന്. So it's create favorable situations surrounding me. അതുകൊണ്ട് എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എൻ്റെ ചുറ്റും ഉണ്ടാകും. Hallelujah. Hallelujah. No oppositions. ഒരു എതിർപ്പും ഉണ്ടാകത്തില്ല. No oppositions. ഒരു എതിർപ്പും ഉണ്ടാകത്തില്ല. No opposition. ഒരു എതിർപ്പും ഉണ്ടാകത്തില്ല. No oppositions. പറഞ്ഞാട്ടെ ഒരു എതിർപ്പും ഉണ്ടാകത്തില്ല. Instead of opposition, I face favor of God. എതിർപ്പിന് പകരം ദൈവത്തിന് അനുകൂലമായ സാഹചര്യം ഞാൻ അനുഭവിക്കാനിടയാകും. No opposition. ഒരു എതിർപ്പും എനിക്ക് ഉണ്ടാകത്തില്ല. Instead of opposition, I will experience the favor and grace in all of my life. എതിർപ്പിന് പകരമായിട്ട് ദൈവത്തിന്റെ ഫേവറും ദൈവത്തിന്റെ കൃപയോ എന്റെ ജീവിതകാലം മൊത്തം ഞാൻ അനുഭവിക്കാനിടയാകും. Because it is written, those who are meditate the word, they are like a tree planted by the brook or a water. ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന മരം പോലെയാണ്, വൃക്ഷം പോലെയാണ്. Hallelujah. 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 It will produce seasonal fruits. അത് സീസണൽ ഫലങ്ങൾ നിങ്ങൾക്ക് തരുവാനിടയാകും. കാലഘട്ടത്തിന്റെ ഫലങ്ങൾ The leaf തരുവാനിടയാകും. does not wither.
leaf does not withered. ഇല വാടി പോകത്തില്ല. I am not going to face any issues. ഞാൻ ഒരു പ്രശ്നവും ഞാൻ നേരിടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഏതെങ്കിലും മരത്തിന്റെ ഇല വാടാതിരിക്കുന്ന എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് മരമാണെങ്കിലും ഇല വാടും. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ബൈബിൾ പറയുവാണ്, ദൈവവചനം ധ്യാനിക്കുന്നവന്റെ പ്രത്യേകത അവന്റെ ഇല വാടത്തില്ലെന്ന്. The leaf, its leaf does not withered. അതിന്റെ ഇല വാടി പോകുകയില്ല. That means your leaf, your situation not withered. Amen. എന്ന് വെച്ചാൽ നിന്റെ സാഹചര്യം ഒരിക്കലും വാടി You പോകത്തില്ല. are going to be faint and you are not going to be failed. Amen. You are not going to be failed. നിങ്ങൾ പരാജയപ്പെടത്തില്ല, നിങ്ങൾ പരാജയപ്പെടത്തില്ല. How many of you believe it? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Say to your neighbor, its leaf does not withered. നിങ്ങളുടെ ഇല വാടി പോകത്തില്ല. Its leaf does not withered. നിങ്ങളുടെ ഇല വാടി പോകത്തില്ല. Its leaf does not withered. നിങ്ങളുടെ ഇല വാടി പോകത്തില്ല. Its leaf does not withered. നിങ്ങളുടെ ഇല വാടി പോകത്തില്ല. Hallelujah. Instead of that, you will produce fruit. Amen. നിങ്ങൾ അതിനു പകരമായി നിങ്ങൾ ഫലം കായ്ക്കാൻ ഇടയാകും. This season, I don't know what fruit do you need, but I challenge you, you will see that fruit in this year. എനിക്കറിയത്തില്ല ഈ കാലഘട്ടത്തിൽ നിനക്ക് എന്ത് ഫലമാണ് വേണ്ടതെന്ന്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാ, ഈ വർഷം നിനക്ക് എന്ത് ഫലമാണോ വേണ്ടത് അത് നിനക്ക് വെളിപ്പെട്ടു വരുവാൻ ഇടയാകും. The word of God can produce anything. ദൈവിക വചനത്തിന് എന്തിനേയും സൃഷ്ടിക്കാനായി സാധിക്കും. The power to change any situation. അതിനെ ഏത് സാഹചര്യത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. I am prophesying to you, this is a year of manifesting restoration. ഞാൻ നിങ്ങളോട് പ്രവചിച്ച് പറയുകയാണ്, ഈ വർഷം പുനഃസ്ഥാപനത്തിന്റെ വെളിപ്പെടുന്ന വർഷമാണ്. When you believe it, നിങ്ങൾ അത് വിശ്വസിക്കുമ്പോൾ it has a power to change the situation. അതിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട് നിന്റെ സാഹചര്യം മാറ്റി തരുവാൻ. If you believe it, it will produce what it talk about. നിങ്ങൾ അത് വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എന്താണോ അതിനെ സൃഷ്ടിച്ചു തരുവാനുള്ള കഴിവ് അതിനുണ്ട്. What it is talk about in the word, it will do the same thing for your life. വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ നിന്റെ ജീവിതത്തിൽ സാധിച്ചു തരുവാനുള്ള കഴിവ് അതിനുണ്ട്. What do you need? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? Act on it. അതിനുവേണ്ടി പ്രവർത്തിക്കുക. And alive with living word. അത് ജീവിക്കുന്ന വചനവുമായി ചേർന്ന് നടക്കുക. It will produce result. അത് ഫലം പുറപ്പെടുവിക്കാൻ ഇടയാകും. Act on it. അതിനുവേണ്ടി പ്രവർത്തിച്ചാട്ടെ. Act on it. അതിനുവേണ്ടി പ്രവർത്തിച്ചാട്ടെ. It will produce. അത് പ്രവർത്തിക്കാൻ ഇടയാകും. Give a clap offering to the Lord. ദൈവത്തിന് കാര്യം പഠിച്ചാട്ടെ. പറഞ്ഞാട്ടെ ഞാൻ വചനത്തോടൊപ്പം നടക്കും. ഞാൻ വചനത്തോടൊപ്പം നടക്കും. ഞാൻ വചനത്തോടൊപ്പം ജീവിക്കും. ഞാൻ വചനത്തോടൊപ്പം ജീവിക്കും. ഞാൻ വചനത്തോടൊപ്പം ജീവിക്കും. ഞാൻ വചനത്തോടൊപ്പം ജീവിക്കും. ഞാൻ വചനത്തോടൊപ്പം നടക്കും. ഞാൻ വചനത്തോടൊപ്പം നടക്കും. If you do like that, it's produce. നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് നിന്നിൽ സൃഷ്ടിക്കാൻ ഇടയാകും. Everything you will ever require to have a glorious life. നിനക്ക് വേണ്ടുന്ന എന്ത് ആണോ അതിന്റെ മേൽ നിനൊരു മഹത്വപരമായ ജീവിതം ഉണ്ടാകുക. Exceptional life, it is already granted to you. എക്സെപ്ഷണൽ ലൈഫ് നിനക്ക് ശ്രേഷ്ഠമായ ജീവിതം നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. The exceptional life, അസാധാരണമായ the ജീവിതം, glorious life, മഹത്വമേറിയ ജീവിതം already granted to you. അത് നിനക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. Because you are living with the word. കാരണം നീ ദൈവവചനത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. I am a blessed. ഞാൻ ഒരു അനുഗ്രഹമാണ്. The blessing of the Lord is resting upon me. ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ മേൽ വസിക്കുന്നുണ്ട്. ദൈവജനത്തിനൊപ്പം സഞ്ചരിച്ചാട്ടെ, അപ്പോൾ സൂപ്പർ നാച്ചുറലിലെ ജീവിതത്തിൽ കാണാനായി കഴിയും. ഇതുവരെ കാണാത്ത നന്മകൾ, ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്തത്, ആളുകൾ അതിശയിക്കുന്ന വിധത്തിലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. നമുക്ക് ഒരുമിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കാം. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. അടുത്തതായി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കാനായി കടന്നു വന്നിരിക്കുന്നത് സ്റ്റീഫൻ എന്ന് പറയുന്ന ബ്രദറാണ്. ബ്രദർ കടന്നു വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകര തൊഴുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. സ്റ്റീഫൻ ബ്രദറിന്റെ ജീവിതത്തിൽ വളരെ പ്രയാസത്തോടെ താനായിരുന്നു. പ്രത്യേകിച്ച് BP-യുടെയും ഷുഗറിൻ്റെയും ഒക്കെ പ്രയാസത്താൽ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സോളി സിസ്റ്റർ ഒരു ആലോചന പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായൊരു വിടുതൽ തൻ്റെ ശരീരത്തിലുണ്ടായി. തൻ്റെ ഇൻഫെക്ഷനുകൾ മാറിപ്പോയി. തനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം ലഭിച്ചു എന്നാണ് സ്റ്റീഫൻ ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ബ്രദറിൽ നിന്ന് തന്നെ കേൾക്കാം. ബ്രദറെ പറഞ്ഞാട്ടെ. ഞാൻ 2023 മെയ് മാസം 15-ാം തീയതിയാണ് എൻ്റെ ഇടത്തെ കാലിൻ്റെ പെരുവിരലിൻ്റെ അടിയിൽ ഇൻഫെക്ഷനായി ഞാൻ ആദ്യം നെയ്യാറ്റിൻകര
ഹോസ്പിറ്റലില് ഇടതുകാലിന്റെ പെരുവരിന്റെ അടിയിൽ ഇൻഫെക്ഷൻ ആയി. ഡയബറ്റിക് കാരണം അല്ലേ? ഡയബറ്റിക് കൂടിയപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ ആയി. ഞാൻ ആദ്യം അഡ്മിറ്റ് ചെയ്തു. 5 ദിവസം അവിടെ കിടന്ന് ചികിത്സിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ റെസ്റ്റിൽ വീട്ടിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമതും എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജൂൺ മാസം 9-ാം തീയതി ആയപ്പോൾ വീണ്ടും അത് കൂടി. അപ്പോഴങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ബ്രദർ പറഞ്ഞു, കാരക്കോണം ആശുപത്രിയിൽ ഒരു പരിചയമുള്ള ഡോക്ടറുണ്ട്, അതുകൊണ്ട് അവിടെ പോയി നമുക്ക് ചികിത്സിക്കാം, നല്ല ചികിത്സയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അപ്പോൾ എനിക്ക് ഈ കാലിൻ്റെ പെരുവിരൽ ഒരുമാതിരി നീര് പോലെ ഇരിക്കും, നല്ല കനത്ത് കയറി നീര് പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കാണിച്ചപ്പോൾ ആ ഡോക്ടർ അന്നേരം പറഞ്ഞു, ഇത് കാലിൻ്റെ ആ പാദത്തിൻ്റെ ഭാഗത്ത് ആ പെരുവിരൽ മുതൽ ഉള്ളം കാല് വരെ ഒരു ഞരമ്പ് രക്തഓട്ടം ഇല്ലാതിരിക്കുകയാണ്. അതിനി അങ്ങനെ വച്ചിരുന്നാൽ പറ്റൂല, അതുകൊണ്ട് അതിനെ ഉടനെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യത്തക്ക രീതിയിലല്ല പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ OP ദിവസം പിറ്റേ ആഴ്ചയിൽ ആണ് അത്. അന്ന് പോയാൽ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ആഴ്ചയിൽ ഞാനും വൈഫുമായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ അതിൻ്റെ വിശ്രമവേളയിൽ വീട്ടിൽ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു ബന്ധുവായിട്ടുള്ള ഒരാൾ വന്ന് എനിക്ക് എല്ലാ ദിവസവും മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അത് ഏകദേശം കരിഞ്ഞു വന്നിട്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇരുന്നു. പക്ഷേ എന്നാലും ഇതിനിടയിൽ ഞാൻ എല്ലാ ദിവസവും 8:30 മുതൽ 9 വരെയുള്ള ഈ TV പ്രോഗ്രാം ഞാൻ പതിവായിട്ട് കാണുന്ന പതിവുണ്ടായിരുന്നു. TV പ്രോഗ്രാം കാണുമായിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് മനസ്സിന് വളരെ ഒരു കുളിർമയും ഒരു ആശ്വാസവും ആ പ്രാർത്ഥനയും മെസ്സേജും അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം എനിക്ക് വളരെ ഒരു എന്തോ പറയാ ഒരു ഉത്തേജനം പകർന്ന ഒരു. ഞാൻ ചോദിക്കുന്നത്, ഈ നീര് കാരണം ബ്രദറിന് നടക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ പ്രയാസമായിരുന്നോ? ദൈവം സഹായിച്ച് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, നടക്കാം, പക്ഷെ ആ പെരുവിരലൊന്ന് പൊക്കി വെച്ച് നടക്കണമെന്നോ. പെരുവിരൽ പൊക്കി വെച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ പതിച്ച് നടക്കരുത്, പെരുവിരൽ പതിക്കരുത്. പതിച്ചാൽ പ്രശ്നമാവും. പതിച്ചാൽ വീണ്ടും അത് അവിടെ കയറി ആ വേദന കൊണ്ട് നമ്മൾ തറയിൽ ചവിട്ടുന്നതിന്റെ ആ ഒരു ഇതുകൊണ്ട് അതിന്റെ ആഘാതത്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വീണ്ടും വരും. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ച് നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് ഞാൻ അങ്ങനെ അത്യാവശ്യത്തിനൊക്കെ നെയ്യാറ്റിൻകരയിലും മെഡിക്കൽ സ്റ്റോറിലും അത്യാവശ്യം നമ്മുടെ മകളുടെ വീട്ടിലും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോവാറുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് വന്ന് ആ രീതിയിൽ തന്നെ ഞാൻ കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോ ഒരു കഴിഞ്ഞ മാസം വന്നപ്പോൾ എനിക്ക് വീണ്ടും അത് കയറി ഇൻഫെക്ഷനായി. അപ്പോൾ എന്നെ മരുന്ന് വെക്കാൻ വരുന്ന സജീഷ് എന്ന് പറഞ്ഞ ബ്രദർ പറഞ്ഞു, ഇനി അങ്ങളെ ഒരു കാര്യം ചെയ്യണം. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ കാഞ്ഞിരംകുളത്ത് ഹോസ്പിറ്റലുണ്ട്, ആ ഡോക്ടറുടെ പേര് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇതിനൊക്കെ നല്ല മിടുക്കനായിട്ടുള്ള ആളാണ്, നല്ല ചികിത്സയുമാണ്. ഞങ്ങളൊന്ന് അവിടെ പോകണം, OP എടുത്ത് ഒന്ന് ഫോണിൽ ബുക്ക് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഫോണിൽ ബുക്ക് ചെയ്ത് ഞാൻ പോയി. അപ്പോൾ അദ്ദേഹം കണ്ടു പറഞ്ഞു, അയ്യോ ഇത് ആകെ കുളമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അതായത് ചെറുതായിട്ട് നീരൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായി. അപ്പോൾ പറഞ്ഞു, ഇത് ആകെ കുളമായല്ലോ, ഇതെന്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇതുവരെ കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സംഗതി ഞാൻ ശ്രദ്ധിച്ചു പോയതാണ്, പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് കയറിയപ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ ആയത്. ഞാൻ എപ്പോഴാണ് അവസാനമായി നമ്മുടെ TV പ്രോഗ്രാം കണ്ടത്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കൂടാനിടയായത്? ഈ പ്രാർത്ഥനയിൽ എനിക്കൊരു അത്ഭുതം നടന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോ പിന്നെ സോളി സിസ്റ്റർ അവസാനത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വ്യക്തിയെ കാണാം. അത് ഒരു കാലിന്റെ പാദത്തിലും കണ്ണിലും നീരുണ്ട്. ആ ഒരു വ്യക്തിയെ ഞാനിപ്പോ കാണുന്നു. പക്ഷേ സിസ്റ്റർ ദൂത് പറഞ്ഞു. എന്നിട്ട് അത് കുറച്ച് നേരം നടന്നിട്ട് വരുമ്പോഴും നീര് കാണും, കുറച്ചു നേരം നമ്മൾ കാലിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇരിക്കുമ്പോഴും നീര് കാണും, പിന്നെ നിൽക്കുമ്പോഴും നീര് കാണും. പക്ഷെ അതുകൊണ്ട് ഞാൻ ആ വ്യക്തി കാലിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ എടുത്ത് പാദം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന, അതായത് തൂക്കിയിടാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു. ആ വ്യക്തിയുടെ ആ രോഗം ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഭാര്യ ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ദൂത് എനിക്കുള്ളതാണ്. ഞാൻ അത് ഏറ്റെടുത്തു. ഞാൻ അവരുടെ വീണ്ടും ഞാൻ കൈകൂപ്പി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു വിടുതൽ തന്നല്ലോ എന്ന് പറഞ്ഞു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു
ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിഷാദ് സൗഖ്യത്തിലേക്ക് വന്നു. അതെ, സൗഖ്യത്തിലേക്ക് വന്നു. കൈകളടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. ഇദ്ദേഹം നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതമല്ല, മറിച്ച് നമ്മുടെ TV പ്രോഗ്രാം ഹാർവസ്റ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സോളി സിസ്റ്റർ ദൂത് പറയാൻ ഇടയായി തീർന്നു. ഒരു ബ്രദർ കാലിൻ്റെ പെരുവിരലും അതുപോലെ പാദത്തിലും കണ്ണിലും ഒക്കെ നീരായിട്ട് ഭാരപ്പെടുന്നു. അദ്ദേഹത്തിന് കാല് തറയിൽ വെക്കാൻ പറ്റുന്നില്ല, കാലിങ്ങനെ ഉയർത്തി വെക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. യേശു അദ്ദേഹത്തെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഈ ബ്രദർ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ആ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മുതൽ വലിയൊരു സൗഖ്യം തൻ്റെ മേൽ വന്നു എന്നാണ് താൻ പറയുന്നത്. താൻ ആരോഗ്യത്തോടായിരിക്കുന്നു. കർത്താവ് വലിയൊരു വിടുതൽ സ്റ്റീഫൻ ബ്രദറിന്റെ മേൽ ചെയ്തു. TV പ്രോഗ്രാമിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ ഈ ടീമിലുള്ള ജസ്റ്റിൻ ബ്രദറും സനൽ ബ്രദറും ഒക്കെ ഇരുന്ന് നമ്മുടെ ജോൺ ബ്രദറുമായിട്ട് ആ സമയത്ത് ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴേ ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന ഒരു അരമണിക്കൂർ സമയത്തേക്കുള്ള സ്പോൺസർ ചെയ്യാനായിട്ടുള്ള ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോഴങ്ങനെ ജസ്റ്റിൻ ബ്രദറിനെയും സനൽ ബ്രദറിനെയൊക്കെ എനിക്ക് ഈ TV-യിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നല്ല ഇതാണ്. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ ഒത്തിരി നന്മകൾ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായും സാമ്പത്തികമായിട്ടും ആരോഗ്യത്തിലും എല്ലാം അല്ലേ? ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. കൈകൾ അടിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞേ. സ്റ്റീഫൻ ബ്രദറിന്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഡയബറ്റിക്കിനാൽ വളരെ ഭാരത്തോടെ ആയിരുന്നു. നമുക്കറിയാം, ഡയബറ്റിക് ആയ ഒരാൾക്ക് കാലുകൾക്ക് മുറിവോ നീരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നത് അസാധ്യമാണ്. വളരെ വേദനയായിരിക്കും, പ്രയാസമായിരിക്കും. വിരലുകൾ റിമൂവ് ചെയ്തവർ, പാദങ്ങൾ റിമൂവ് ചെയ്തവർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഈ ബ്രദറിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അനേക ആശുപത്രികളിൽ പോയി, എന്നാൽ അദ്ദേഹം നിരന്തരം പ്രാർത്ഥന കണ്ടുകൊണ്ടിരുന്നു. TV-യിലൂടെ ഓൺലൈനായിട്ട് അത്ഭുതകരമായ വിടുതൽ തന്റെ ശരീരത്തിൽ സംഭവിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നമ്മെ കാണുന്ന BP പേഷ്യന്റുകൾ, ഡയബറ്റിക് പേഷ്യന്റുകൾ ഇന്ന് അസാധാരണമായ ഒരു സൗഖ്യം നിങ്ങളുടെ ശരീരങ്ങളിൽ അനുഭവിക്കാൻ പോവുകയാണ്. സർജറി വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇന്നൊരു വലിയ സൗഖ്യത്തിലേക്ക് വരാൻ പോകുന്നു, വലിയൊരു വിടുതലിലേക്ക് വരാൻ പോകുന്നു. ഇൻഫെക്ഷനുകൾ ഇന്ന് മാറിപ്പോകാൻ പോകുന്നു. യേശുവിന്റെ അദൃശ്യകരം ഇന്ന് നിങ്ങളെ തൊടാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവരെല്ലാം ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി, ശ്രേഷ്ഠതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിലൂടെ കർത്താവിന് ചിലത് സംസാരിക്കുവാനുണ്ട്. ഐ മീൻ, നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന ഈ സാക്ഷ്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഭാരം എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ദൈവവചനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, നിന്റെ സകല ഭാരത്തെയും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ. എന്തുകൊണ്ടാണ്? അവൻ നിന്നെ പുലർത്തുമെന്ന് നീ ഉറപ്പോടെ വിശ്വസിക്കുന്നുവെങ്കിൽ, അവൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് നിനക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ, ആ ഭാരത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ പിന്നെ ആ വ്യക്തി ഫ്രീ ആണ്. ആ വ്യക്തിക്ക് സന്തോഷിക്കാനായി കഴിയും, ദൈവത്തിൻ്റെ നന്മകളെ അനുഭവിക്കുവാനായി കഴിയും. കർത്താവ് ചെയ്യുന്നതിനെ കാത്തിരിക്കുന്ന ഒരനുഭവത്തിലായിരിക്കും പിന്നീട് ആ വ്യക്തി ആയിരിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവത്തിൻ്റെ നന്മകൾ ഇതെല്ലാം നിറയട്ടെ അപ്പാ, ഇതെല്ലാം നിറയട്ടെ അപ്പാ. ഇല വാടാത്ത അനുഭവം, ഒരിക്കലും വാടാത്തതെന്നുപോലെ അപ്പാ ഈ കുടുംബങ്ങളായിത്തീരട്ടെ. അവിടുത്തെ നന്മകൾ അപ്പാ, അവരുടെ ഉറവുകൾ, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എല്ലാം ഒരിക്കലും വാടാത്ത അനുഭവത്തിൽ, അപ്പോൾ എന്നും തളിരിടുന്ന അനുഭവത്തിൽ കർത്താവെ ആയിരിക്കട്ടെ. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ. മീൻ ശ്വാസം മുട്ടൽ നിമിത്തം വളരെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. വ്യക്തി പറയുന്ന നിമിത്തം നെഞ്ചു കുഴിഞ്ഞ പോലെ ആയിപ്പോയി. അത്രയും പ്രയാസത്തോടെയാണ് താൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിക്കട്ടെ അപ്പാ, ഇപ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിക്കട്ടെ അപ്പാ. ആ ബുദ്ധിമുട്ടിൽ നിന്നും, ആസ്മ പോലെ ആയിരിക്കുന്ന ആ പ്രയാസത്തിൽ നിന്നും കർത്താവേ ഇപ്പോൾ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ആ സൗഖ്യം ഇപ്പോൾ അനുഭവിക്കട്ടെ. ആ സൗഖ്യം ഇപ്പോൾ അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവിക അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവിക അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. പ്രിൻ്ററിൻ്റെ മുമ്പിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി തൻ്റെ ശാരീരിക പ്രയാസത്തെ ഓർത്ത്, തൻ്റെ ജോലി ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ തന്നെ ആക്കുന്ന ആ ശാരീരിക ബുദ്ധിമുട്ടിനെ ഓർത്ത് പ്രയാസത്തോടെ ആയിരിക്കുന്നത്. കർത്താവെ, ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ. ആ വ്യക്തിയുടെ മേൽ ആ സൗഖ്യം ചലിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി അപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി. വീടുകളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ.
രോഗികൾ സൗഖ്യമാകട്ടെ. നിരാശയിലായിരിക്കുന്നവർ ദൈവത്തെ അനുഭവിക്കട്ടെ. അവർ സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കട്ടെ അപ്പാ. അവർ കേൾക്കട്ടെ അപ്പാ, അവർ കേൾക്കട്ടെ അപ്പാ. നിന്റെ കൃപയ്ക്കായി നന്ദി. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.